ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റഷ്യൻ സാലഡാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു സാലഡാണിത്. ഇത് കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു സാലഡ് തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും ഉണ്ടാക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻ്റ് അറിയിക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മയോണൈസ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 100 ഗ്രാമിൻ്റെ ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി. ഇതിവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലോണം ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 10-12 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 3 മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണ് ഉപ്പ് വേണ്ടി വരും. പിന്നെ ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കുക. പാല് ഞാനൊരു അരക്കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് പാലെടുത്തിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് പാലിവിടെ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഒരു അരമുറി, വലിയ ചെറുനാരങ്ങയാണെങ്കിൽ അരമുറി ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുക. ചെറുതാണെങ്കിൽ ഒന്ന് വേണ്ടി വരും. ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അടിച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് അടിച്ചെടുക്കണം. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ മയോണൈസ് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഒരു 250 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 150 ഗ്രാം ബ്രോക്കോളി കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി കഴുകിയെടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റും ബ്രോക്കോളി ചെറുതായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം വേണ്ട ആവശ്യമില്ല. ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ വെള്ളത്തിൽ തന്നെ ബ്രോക്കോളി ചേർത്ത് കൊടുക്കുക. ബ്രോക്കോളി ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ ബ്രോക്കോളി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, പിന്നെ ബീൻസൊക്കെ വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബ്രോക്കോളി അധികം വെന്ത് വരുത്. ഒരു ഹാഫ് വേയിൽ എടുക്കണം. ഇതിവിടെ വെന്തിട്ടുണ്ട്. നമുക്കിതിങ്ങ് കോരി മാറ്റാം. ഇനി ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അളവിൽ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആപ്പിളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ആപ്പിളും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. മുന്തിരി 1 കപ്പ് അളവിൽ തന്നെയാണ് എടുത്തത്. ഇനി ഇതെല്ലാം കൂടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിപ്പമുള്ളൊരു പാത്രം എടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മയോണൈസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ 250 ml ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. ഇത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾക്കിതിലേക്ക് പുഴുങ്ങിയ മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മുട്ട ഇതിലേക്ക് മിക്സ് ചെയ്യണമെന്നില്ല. മിക്സ് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ സെർവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ പീസാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ലെറ്റ്യൂസ് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ സാലഡ് ഇട്ട് കൊടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സാലഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്